In the previous lecture, we discussed about RC coupled amplifier. In fact, it was a very simple method of coupling where we used a resistance and a capacitor to couple one stage of amplifier to the next stage. This sort of coupling has got an excellent frequency response in the audio frequency range. We did mention that from around 20 hertz to 20,000 hertz, this sort of coupling will be the best. And in the cost or price of components is very less in this sort of coupling, as we are just using a resistance and a capacitor. In fact, this sort of coupling is most used for voltage amplification. Though RC coupling is a widely used method of coupling, there are other types of coupling meant for very specific purpose. So we'll discuss transformer coupled amplifier in today's class. Let us have a look at the circuit. Here, the collector load resistance is replaced by the primary coil of a transformer. And the output voltage from this collector primary load is coupled to the next stage amplifier circuit through the base of the transistor with the help of the secondary coil of the transformer. അതായത് ഇവിടെ കളക്ടർ ലോഡ് മാറ്റിയിട്ട് ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ആണ് വെക്കുന്നത്. പ്രൈമറി കോയിലിൽ ഫസ്റ്റ് സ്റ്റേജിൻ്റെ കളക്ടർ ലോഡായിട്ട് ആക്ട് ചെയ്യും. സെക്കൻഡറി ഓഫ് ദി ട്രാൻസ്ഫോമർ ആണ് ഈ ഔട്ട്പുട്ടിനെ സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇൻപുട്ടാക്കി മാറ്റി കപ്പിൾ ചെയ്യുന്നത്. So transformer is acting as a coupling device. RC coupling discuss ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് കളക്ടർ ലോഡ് is very much high than the second സ്റ്റേജിൻ്റെ ഇൻപുട്ട് ഇംപീഡൻസ് എന്ന്. അതുകൊണ്ട് ഇംപീഡൻസ് മാച്ചിങ് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് ഇഫക്റ്റീവ് കളക്ടർ ലോഡ് കുറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് കൊണ്ട് ദാറ്റ് ഡ്രോബാക്ക് ഇസ് ഓവർകം. യു ക്യാൻ അഡ്ജസ്റ്റ് ദ ഇംപീഡൻസ് ഓഫ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫസ്റ്റ് സർക്യൂട്ട് ആൻഡ് ദ ഇൻപുട്ട് ഓഫ് ദ സെക്കൻഡ് ആംപ്ലിഫയർ സർക്യൂട്ട് by just adjusting the number of turns of this transformer coil. നിങ്ങൾക്കറിയാം ട്രാൻസ്ഫോമറിൻ്റെ അഡ്വാൻറ്റേജ് അതൊക്കെയാണ്. കപ്ലിംഗ് തീരുമാനിക്കുന്നത് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ ട്രാൻസ്ഫോമർ ആണ്. പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് പറയുക, ഇറ്റ് ഐസൊലേറ്റ്സ് ടു സർക്യൂട്ട്സ് എന്ന് പറയും. ബിക്കോസ് ദർ ഇസ് നോ ഡയറക്റ്റ് connection between the primary and secondary of the coil. Induced effect മാത്രമാണ്, mutual induction ആണ് method by which the voltage in primary is connected to the secondary. അപ്പോൾ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഈ സെക്കൻഡറിയുടെ കണക്ഷൻ ഒന്ന് ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ഒരറ്റം അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് ആയതുകൊണ്ട് അതിൻ്റെ ബേസിലേക്ക് പോകണം. ഇതിൻ്റെ മറ്റേ അറ്റം R1 R2ൻ്റെ നടുവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ പാടില്ല, അതുകൊണ്ടാണ് ജമ്പ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡറി R1 R2 തൊടുന്നില്ല. ഇവിടെ ഒരറ്റം അത് നേരെ ബേസിലേക്ക് പോണു. സെക്കൻഡറിയുടെ മറ്റേ അറ്റം R1ൻ്റെയും R2ൻ്റെയും നടുവിലാണ് കണക്ഷൻ വരുന്നത്. പലപ്പോഴും വരയ്ക്കുമ്പോൾ ഇവിടെ തെറ്റിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഇവിടെ വലിയ പ്രശ്നം വരില്ല. RC is replaced by primary coil. ഇനി സെക്കൻഡ് സ്റ്റേജ് നോക്കിയാലും ഇവിടെ പ്രൈമറി കോയിൽ ഓഫ് ദ സെക്കൻഡ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നു. ഇവിടെ ഔട്ട്പുട്ട്, ഇവിടെ എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് വെച്ചാൽ അതിവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇംപീഡൻസ് മാച്ചിങ് എന്നുള്ള സംഭവമാണ് ഏറ്റവും അധികം അഡ്വാൻറ്റേജസ് ആയിട്ട് ട്രാൻസ്ഫോമർ കപ്ലിങ്ങിൽ. അതായത് ഇവിടെ ഒരു ലൗഡ് സ്പീക്കർ ആണ് ഞാൻ വെക്കണതെന്ന് വിചാരിക്കാം. 10 ohmsൻ്റെ ഒരു ലൗഡ് സ്പീക്കറാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്.
ആർ സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈമറി കോയിൽ കിലോ ഓംസിൻ്റെ റേഞ്ചിൽ വരും. അപ്പോൾ ഈ രണ്ട് സർക്യൂട്ടുകൾ തമ്മിൽ പവർ ട്രാൻസ്ഫർ വളരെ മോശമായിരിക്കും. കാരണം മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് ഇംപീഡൻസ് ഓഫ് ദ ടു സർക്യൂട്ട്സ് മാച്ച് ചെയ്യുമ്പോഴാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കുള്ളൂ എന്നാണ്. അപ്പോൾ അത് സാധിക്കാൻ വേണ്ടി ഇവിടെ 5 ഓം ആണ്, ഇവിടെ 100 KO എന്തോ അല്ലേ പറഞ്ഞത്. ഏത് വാല്യൂ ആണെങ്കിലും KO ഓർഡറിൽ വരും. അപ്പോൾ അത് രണ്ടും കൂടെ മാച്ച് ചെയ്യാത്തത് കൊണ്ട് പവർ ട്രാൻസ്ഫർ നടക്കില്ല. പക്ഷേ പവർ ട്രാൻസ്ഫർ നടത്താൻ വേണ്ടി നമ്മൾ ഈ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. So that impedance of this and this match each other so that maximum power will be transferred from the primary to the secondary. Okay. അപ്പോൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇംപീഡൻസ് മാച്ചിങ് ആണ്. ഇത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കും എന്നുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് എക്സലൻറ്റ് ഫോർ പവർ ആംപ്ലിഫിക്കേഷൻ എന്നും പറയാം. സോ ട്രാൻസ്ഫോമർ കപ്പിൾ ഇസ് മോസ്റ്റ് സൂട്ടഡ് ഫോർ പവർ ആംപ്ലിഫിക്കേഷൻ. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഇതിൻ്റെ വളരെ മോശമാണ്. ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഓഫ് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ. ഫ്രീക്വൻസി ചെല്ലുന്തോറും ഗെയിന് ഒരു യൂണിഫോം ആയിട്ടല്ല കൂടുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റായി നിൽക്കുന്നില്ല ഗെയിന്. ഓൺലി ഫോർ എ സ്മോൾ റേഞ്ച് എന്ന് പറയാം. സ്മോൾ റേഞ്ച് ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ FH മൈനസ് FL ഒക്കെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഗെയിൻ റീജിയൻ വളരെ ചെറുതായിരിക്കും ഇവിടെ. അതുകൊണ്ട് തന്നെ ഒരു സ്മോൾ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീനെ ആംപ്ലിഫൈ ചെയ്യാനേ ഈ ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണം, ഇപ്പോൾ നമ്മളൊരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് കൺസേർട്ടോ ആംപ്ലിഫൈ ചെയ്യാൻ ഒരിക്കലും ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഉപയോഗിക്കില്ല. കാരണം അതിൽ ഒരു മ്യൂസിക് കൺസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി എ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. All the frequencies has to be amplified proportionally or to a same extent, or else the quality of music will be lost. But that cannot be done with the transformer coupled amplifier, because it amplifies different ranges of frequencies to different extent. Constant frequency range is very limited in this transformer coupled amplifier. This is the drawback with transformer coupling. Of course, the advantage is that you can have maximum power transferred to the load, but frequency response will be less. അപ്പോൾ നമ്മൾ ചെറിയ ഫ്രീക്വൻസി റേഞ്ചിൽ മാത്രമേ ഹാൻഡിൽ ചെയ്യേണ്ടൂ ആംപ്ലിഫയർ എന്ന കോൺഫിഡൻസ് ഉള്ള സമയങ്ങളിലാണ് നമ്മൾ ട്രാൻസ്ഫോമർ കപ്ലിംഗ് മാക്സിമം പവർ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഈ നോൺ യൂണിഫോം അല്ലെങ്കിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാം. ഡിസ്പ്രപ്പോർഷനേറ്റ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ഫ്രീക്വൻസീസ് ഹാപ്പൻ. ദാറ്റ് ഇസ് ദ ഡ്രോബാക്ക്. ഈ നോൺ യൂണിഫോം ആംപ്ലിഫിക്കേഷന് കാരണം വരുന്നത് ഈ ട്രാൻസ്ഫോമർ തന്നെയാണ്. കാരണം ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രൈമറി ഒരു ഇൻഡക്റ്റൻസ് കോയിലായിട്ട് എടുക്കാം. അപ്പോൾ നമുക്കറിയാം, അറ്റ് ലോ ഫ്രീക്വൻസി ഇൻഡക്റ്റൻസ് കോയിലിൻ്റെ റെസിസ്റ്റൻസ് റിയാക്റ്റൻസ് കുറവാണ്. അറ്റ് ഹൈ ഫ്രീക്വൻസി റിയാക്റ്റൻസ് കൂടുതലാണ്. സോ ആസ് ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നൽ ചേഞ്ചസ്, ദ റിയാക്റ്റൻസ് ഓഫ് ദ കളക്ടർ ലോഡ് ചേഞ്ചസ്. അപ്പോൾ ആർ സിയുടെ സ്ഥാനമാണല്ലോ പ്രൈമറിക്ക്. അതിൻ്റെ വാല്യൂ മാറുമ്പോൾ എന്തുണ്ടാവും? ഈ കപ്ലിങ്ങിൽ വോൾട്ടേജ് കപ്ലിങ്ങിൽ ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് one stage to next stage coupling varies and the signal to the second stage decreases or increases depending upon the frequency of the signal. അപ്പോൾ അതാണ് കാരണം നോൺ യൂണിഫോം ആംപ്ലിഫിക്കേഷൻ ഓഫ് വേരിയസ് ഫ്രീക്വൻസീസ് ഇൻ ദിസ് സോർട്ട് ഓഫ് കപ്ലിംഗ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മാതിരി
ഇഫക്റ്റീവ് കപ്ലിംഗ് ആണ്. വൺ സ്റ്റേജ് ടു നെക്സ്റ്റ് സ്റ്റേജ് ആൻഡ് ഇൻ ദ ലാസ്റ്റ് സ്റ്റേജ് ഫ്രം ദ കളക്ടർ ലോഡ് ടു ദ ഔട്ട്പുട്ട് ഡിവൈസ്. കപ്ലിംഗ് of maximum power, transfer of maximum power becomes easy because of transformer coupling, where we can adjust the number of turns of the transformer for effective transfer of power. ഇനി വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ബേസ് റെസിസ്റ്റർ നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പവർ ലോസ് ബേസ് റെസിസ്റ്ററിൽ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും നമുക്ക് പറയാം. ഏതായാലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജസ് മാക്സിമം പവർ ട്രാൻസ്ഫർ. ഇവിടെ നല്ലോണം വോൾട്ടേജ് ഗെയിനും ഇൻഫാക്ട് പവർ ഗെയിനും ഉണ്ടായിരിക്കും. ഇനി ആർ സി കപ്ലിംഗ് ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 2 സ്റ്റേജ് ഓഫ് ആർ സി കപ്ലിങ്ങിൻ്റെ എഫക്റ്റ് സിംഗിൾ സ്റ്റേജ് ഓഫ് ട്രാൻസ്ഫോമർ കപ്ലിങ്ങിൽ നമുക്ക് കിട്ടാൻ പറ്റും. പക്ഷെ ഫ്രീക്വൻസി റേഞ്ച് കുറവായിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിലാണ് ഇത് സംഭവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ്. ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ സർക്യൂട്ട് ബൾക്കി ആയിരിക്കും. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിലും വിത്ത് റെസ്പെക്ട് ടു ഒരു കപ്പാസിറ്റർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, ട്രാൻസ്ഫോമർ ഇസ് ബൾക്കി, വളരെ വലിയ സൈസാണ്. അപ്പോൾ അതുകൊണ്ട് സർക്യൂട്ട് ബിക്കംസ് ബൾക്കി ആൻഡ് ഹെവി ബിക്കോസ് ഓഫ് ട്രാൻസ്ഫോമർ. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. രണ്ടാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പുവർ ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ എന്നെല്ലാം പറയാം. പ്രത്യേകിച്ച് ലോ ഫ്രീക്വൻസിയിൽ ആംപ്ലിഫിക്കേഷൻ വളരെ കുറവായിരിക്കും. നമ്മൾ ഈ ഗ്രാഫിൽ കണ്ട മാതിരി ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ ഇസ് മോർ, ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ ഇസ് വെരി മച്ച് ലെസ്. അപ്പോൾ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ. വേറൊരു ഡിസഡ്വാൻറ്റേജ് പറയാവുന്നത്, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോസ്റ്റ്ലി അഫെയർ കമ്പയർഡ് ടു എ കപ്പാസിറ്റർ ഓർ റെസിസ്റ്റൻസ്. സോ the circuit become bulky, this is expensive, it has got poor frequency response. But the main advantage is impedance matching and maximum power transfer. അപ്പോൾ ആപ്ലിക്കേഷനിൽ ഒന്ന് നോക്കാം, ഇംപീഡൻസ് മാച്ചിങ്ങിൻ്റെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഡീറ്റെയിൽഡായി നോക്കാം. Here, an application of coupling the output with a loudspeaker is discussed in detail. Transformer coupling is mainly used for impedance matching. Here, maximum power to be transferred to a low impedance output device like loudspeaker. Usually, the impedance of an output device is of the order of few ohms, whereas the output impedance of a transistor is several hundred times this value. In order to match the impedance, a step-down transformer of proper number of turns is used. അതായത് സർക്യൂട്ട് നോക്കാം, ഇവിടെ നേരിട്ട് ഇതാണ് നമ്മുടെ ലൗഡ് സ്പീക്കർ, ലോഡ് റെസിസ്റ്റൻസ് എന്ന് വിചാരിക്കും. അത് ഫ്യൂ ഓംസേ വരുള്ളൂ. അത് ഇവിടേക്ക് കണക്ട് ചെയ്തിരുന്നുവെങ്കിൽ പവർ ട്രാൻസ്ഫർ വളരെ കുറവായിരിക്കും. കാരണം ഈ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് വളരെ ഹൈയും അതിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് വളരെ ലോവും ആവുമ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കില്ല. ഇങ്ങനെ ഒരു ട്രാൻസ്ഫോമർ കോയിൽ കൊടുക്കുകയാണെങ്കിൽ RL എന്ന് പറയുന്നത് ഇവിടെ ഇഫക്റ്റീവായിട്ട് എത്രയാണ് വരുന്നത് എന്നാണ് ഈ ഇക്വേഷൻ കാണിക്കുന്നത്. RL ഡാഷ് 5 ohms ഇവിടെ കൊടുത്തിട്ടുള്ളൂ എങ്കിലും ഈ നമ്പർ ഓഫ് ടേൺസ് തീരുമാനിക്കും വാട്ട് ഇസ് ഇഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് RL ഡാഷ്. RL ആയിട്ടല്ല ഈ സർക്യൂട്ടിൽ ഉണ്ടാവുക, RL ഡാഷ് ആയിട്ടാണ് ഇഫക്റ്റീവ്ലി വരിക. അതിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി. അപ്പോൾ സാധാരണ ഇവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുക. അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി വിൽ ബി വെരി ഹൈ ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി വിൽ ബി വെരി ലോ. അപ്പോൾ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ആവും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുക. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ NP വിൽ ബി വെരി മച്ച് ഹൈ ആൻഡ് NS വിൽ ബി വെരി മച്ച് ലോ. അപ്പോൾ NP/NSനെ സ്ക്വയർ ചെയ്തിട്ട് അതിനെ RL കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് തന്നെ ഒരു വലിയ ഫാക്ടർ വരും. സോ ഇഫക്റ്റീവ് ലോഡ് എന്ന് പറയുന്നത്
വളരെ വലുതായിട്ട് കിലോ ഓംസ് റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇഫക്റ്റീവ് RL'. നമ്മൾ ശരിക്കും കണക്ട് ചെയ്യുന്ന RL' ഫ്യൂ ഓംസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇഫക്റ്റീവായിട്ട് ഇറ്റ് കംസ് ഇൻ ദി ഓർഡർ ഓഫ് കിലോ ഓംസ് ഇഫ് യു അഡ്ജസ്റ്റ് NP ആൻഡ് NS. ആ കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നോക്കാം. അപ്പോൾ പവർ ട്രാൻസ്ഫർ I² RL ആണല്ലോ പവർ. അപ്പോൾ പ്രൈമറിയിലെ പവർ എന്ന് പറയുന്നത് IP² RL', സെക്കൻഡറിയിലെ പവർ IS² RL'ും നമുക്ക് എടുക്കാം. ആ സർക്യൂട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ നോക്കാം. പ്രൈമറിയിലെ പവർ എന്ന് പറയുന്നത് പ്രൈമറിയിലെ കറണ്ട് സ്ക്വയർ ഇൻറ്റു RL', പ്രൈമറിയെ സംബന്ധിച്ചിടത്തോളം. സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം IS² RL. അപ്പോൾ അത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്, ഫുൾ പവർ ട്രാൻസ്ഫർ ചെയ്യാണ് എന്നുള്ള നിലയ്ക്ക്. സോ അതിൽ നിന്ന് നമുക്ക് വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് RL' എന്ന് നോക്കാം. അതായത് RL' IS² IP² RL എന്ന് പറയാം. ഇനി വി നോ ദാറ്റ് ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷനാണിത്. ഏതൊരു ട്രാൻസ്ഫോമറിനും വോൾട്ടേജ് അക്രോസ് ദ പ്രൈമറി ഈസ് പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ്. അതാണ് ബേസിക് റിലേഷൻ ഇൻ ട്രാൻസ്ഫോമർ. എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടോ അത്രയും വോൾട്ടേജ് അവിടെ ഡെവലപ്പ് ആവും. സോ VP is proportional to NP, VS is proportional to NS. അപ്പോൾ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. അതിനു മുമ്പ് വോൾട്ടേജ് ഇസ് പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുമ്പോൾ അതേമാതിരി, കാരണം നമുക്ക് വിയും ഐയും പ്രോഡക്റ്റ് ഓഫ് VI കോൺസ്റ്റൻ്റ് ആണ്, പവർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കറണ്ടിൻ്റെ എഴുതുകയാണെങ്കിൽ എന്താ റിലേഷൻ വരിക ട്രാൻസ്ഫോമറിന്? കറണ്ട് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ് എന്നാണ് വരിക. IP is proportional to 1/NPയും IS is proportional to 1/NS ആണ് വരിക. Voltage is directly proportional to number of turns, but current is inversely proportional to number of turns എന്നാണ് ബേസിക് ആയിട്ട് ഒരു ട്രാൻസ്ഫോമറിൽ. കാരണം V/I പവർ മാറാൻ പറ്റില്ലല്ലോ, പവർ ജനറേഷനൊന്നും ഇവിടെ നടക്കുന്നില്ല ട്രാൻസ്ഫോമറിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ IS² IP² വേണ്ടി ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NP/NS എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. സോ അത് സ്ക്വയർ ചെയ്തു. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് RL' is equal to NP/NS the whole square into RL. ഇവിടെ NS/NP എന്നുള്ള കോൺസ്റ്റൻറ്റിനെ അറിയപ്പെടുന്നത് ട്രാൻസ്ഫോമർ റേഷ്യോ എന്നാണ്. അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി is to number of turns in the primary. അതിനെയാണ് ട്രാൻസ്ഫോമർ റേഷ്യോ എന്നറിയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെന്ന്. ട്രാൻസ്ഫോമർ റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താണ് അർത്ഥം? ഇറ്റ് ഈസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നാണ് അർത്ഥം. വോൾട്ടേജ് കൂട്ടാനുള്ള ട്രാൻസ്ഫോമർ ആയിരിക്കും സെക്കൻഡറിയിലെ ടേൺസ് കൂടുതലാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് ഇൻറ്റർപ്രറ്റ് ചെയ്യാം. പറഞ്ഞത് തെറ്റിയോ എന്നറിയില്ല, ഇത് വെച്ച് നോക്കിയാൽ മതി. നമ്പർ ഓഫ് ടേൺസ് ഇസ് പ്രപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ് വരിക. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ റിലേഷൻ കിട്ടി. RL' is equal to NP/NS the whole square into RL. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പ്രൈമറിയിലെ പവർ സെക്കൻഡറിയിലേക്ക് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇക്വേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് RL' എക്സ്പ്രഷൻ കിട്ടി. പക്ഷെ ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ട് IP is inversely proportional to NP എന്നറിയാം, IS is inversely proportional to NS എന്നറിയാം. അപ്പോൾ അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് RL' എക്സ്പ്രഷൻ NP/NS ടേംസിൽ കൊണ്ടുവന്നു. വേണമെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ n ഉപയോഗിക്കാം. സ്മോൾ ലെറ്റർ n is the transformer ratio defined as NS/NP. So hope it is clear. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമുക്ക് ഒരു 100 ohm RL ഇഫക്റ്റീവായിട്ട് RL' അവതരിക്കുന്നത് 10 kilo ohm ആയി വരും. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഓഫ് ദ റേഷ്യോ 10:1 ഉപയോഗിച്ചാൽ. ട്രാൻസ്ഫോമർ റേഷ്യോ പറയുമ്പോൾ NS/NP ആണ് ട്രാൻസ്ഫോമർ റേഷ്യോ. അപ്പോൾ 1:10 1/10 ആണ് ട്രാൻസ്ഫോമർ റേഷ്യോ പറയാം.
അപ്പോൾ അങ്ങനെ 100 ohms മാത്രമുള്ള ഒരു ലോഡ് കണക്ട് ചെയ്യുമ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കില്ല. അത് ഓവർകം ചെയ്യാൻ what we do is we make use of a transformer so that this 100 ohms gets converted to an effective load resistance RL dash of 10 kilo ohm by making use of NP is to NS 10 is to 1. അപ്പോൾ അങ്ങനെ നമുക്ക് ഇംപീഡൻസ് മാച്ചിങ് പോസിബിൾ ആണ് ബൈ അഡ്ജസ്റ്റിംഗ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രൈമറി ലോഡ് ആൻഡ് ദ സെക്കൻഡറി ലോഡ്. അങ്ങനെ മെയിൻ ആപ്ലിക്കേഷനായ ഇംപീഡൻസ് മാച്ചിങ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. ഇനി തേർഡ് ടൈപ്പ് ഓഫ് കപ്ലിംഗ് നോക്കാം, ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. ആ വാക്കിൽ നിന്ന് തന്നെ ഇൻറ്റർപ്രറ്റ് ചെയ്യാം. ഇവിടെ കപ്ലിംഗ് ഡിവൈസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇറ്റ് ഈസ് എ one stage is directly coupled to the next stage to form the multi-stage amplifier. ഇവിടെ സർക്യൂട്ട് ഒന്ന് ശ്രദ്ധിക്കാം. ഡയറക്റ്റ് കപ്ലിംഗിൽ നമുക്ക് ബയസിംഗ് ഒന്നും വേണ്ട, അതെല്ലാം എടുത്ത് കളയുന്നു. R1 R2 എടുത്ത് കളയുക. RE വേണ്ട, സ്റ്റെബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കണ്ട. കാരണം എന്താണെന്ന് പറയാം. അപ്പോൾ RE എമിറ്റർ നേരിട്ട് ഗ്രൗണ്ട് ചെയ്യാം. പിന്നെ അപ്പോൾ ബാക്കിയുള്ളത് ഒരു RC എന്ന കളക്ടർ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. R1 R2 ഇല്ല, ഇവിടെ RE ഇല്ല, നാച്ചുറലി CE ഇല്ല. ഇവിടെ C ഇന്നുമില്ല, CCയും ഇല്ല. ആകെയുള്ളത് കളക്ടറിലുള്ള ഒരു റെസിസ്റ്റൻസ് മാത്രമാണ്. ഇനി ഔട്ട്പുട്ട് ഇവിടെ കളക്ടറിലാണല്ലോ വരുന്നത്. അത് വി വിൽ കപ്പിൾ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, ബേസ് ഓഫ് ദ നെക്സ്റ്റ് ട്രാൻസിസ്റ്റർ. But please see to it that this is a complementary transistor. If this is a NPN transistor, then this should be a PNP transistor. And the next one should be again NPN transistor. അപ്പോൾ കോംപ്ലിമെൻ്ററി ട്രാൻസിസ്റ്റേഴ്സ് ആണ് adjacent to one another ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കളക്ടർ ഇപ്പോൾ ഇതിൽ PNP, ഇൻവേർഡ് ആരോ ഷോസ് P. സോ PNPയിൽ ഇതാണ് കളക്ടർ. അപ്പോൾ കളക്ടർ ലോഡ് ഇവിടെ വരയ്ക്കണം. അടുത്തതിൻ്റെ സിമിലർ ടു ദ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ. സോ അതുകൊണ്ട് കളക്ടർ ലോഡ് ഇവിടെ തന്നെ വരും. അപ്പോൾ സർക്യൂട്ട് വരയ്ക്കാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സർക്യൂട്ട് ഒന്നും കൂടെ പറയാം. കോംപ്ലിമെൻ്ററി ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിക്കണം. R1 R2 ബയസിങ് സർക്യൂട്ട് വേണ്ട, RE CE എമിറ്ററിലെ കമ്പോണൻസ് വേണ്ട, RC മാത്രം മതി. അപ്പോൾ ഇത് NPN ആവുമ്പോൾ കളക്ടർ ഇവിടെയാണ് വരുന്നത്, കളക്ടർ ലോഡ് അവിടെ. ഇത് PNP ആവുമ്പോൾ എമിറ്റർ കളക്ടർ ഇവിടെയാണ്, അതുകൊണ്ട് ഇവിടുത്തെ കളക്ടർ. സോ ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. ഇനി ഈ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് വെരി ലോ ഫ്രീക്വൻസിയിൽ മാത്രമാണ്. അതായത് ഡയറക്റ്റ് കറണ്ടിനോട് അടുത്തുള്ള വെരി ലോ ഫ്രീക്വൻസി, സേ ലെസ് ദാൻ 10 Hz. ഫോർ എക്സാമ്പിൾ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്, തെർമോകപ്പിൾ കറണ്ട്, അങ്ങനത്തെ കറണ്ടുകളെല്ലാം ഒന്നുമില്ല DC അല്ലെങ്കിൽ അതിൽ വെരി ലോ ഫ്രീക്വൻസി കറണ്ട്സ് ആണ്. അപ്പോൾ അങ്ങനത്തെ കേസുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഡയറക്റ്റ് കപ്ലിംഗ് ഉപയോഗിക്കുന്നത്. ഇവിടെ കപ്ലിംഗ് ഡിവൈസ് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ടാണ് ഡയറക്റ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വൺ സ്റ്റേജ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ഇസ് ഡയറക്ട്ലി കപ്പിൾ ടു ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് വരും. ഇവിടെ ട്രാൻസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് കോംപ്ലിമെൻ്ററി ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഒരു സർക്യൂട്ടിൻ്റെ കളക്ടർ കറണ്ട് കൂടുമ്പോൾ അതേ കാരണം കൊണ്ട് ഇത് സെക്കൻഡിൻ്റെ കളക്ടർ കറണ്ട് കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റെബിലിറ്റി തനിയെ സംഭവിക്കുന്നത് കൊണ്ട് യു ഡോണ്ട് നീഡ് എനി RE ഫോർ സ്റ്റെബിലൈസേഷൻ. സോ ദ സർക്യൂട്ട് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ബൈ ഇറ്റ് സെൽഫ് by the arrangement of complementary transistors. That is an important point and advantage of the circuit. So if we discuss about the advantages of the circuit, first of all, it is a simple circuit because you don't need any special components for coupling.
And for the same reason, the cost is also low for this circuit, this sort of coupling. And the main disadvantage is that it is not suited for high frequency. It can only handle low frequencies. So now we will have a comparison of all the three different types of coupling. Here you can see all what is discussed in this class tabulated over here. RC coupling has excellent frequency response. Transformer coupling poor. Direct coupling, it is good, but the range is less. Cost, RC coupling less, transformer the most, direct coupling the least expense because you don't need any component. Space and weight, RC is less, transformer is more because you are using transformer which is bulky. Direct couple, space and weight is least because you are not using any additional component. In fact, you are minimizing your components. Then impedance matching, RC coupling, not that good. Transformer coupling, excellent impedance matching. Direct coupling, you can say on an average good. Now coming to applications, RC coupling, it's used for voltage amplification. Transformer coupling for power amplification. Direct coupling for extremely low frequency applications. So all this we discussed and summarized.